ഇറ്റേണിറ്റി എന്നൊരു നാടകത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നത്. അരങ്ങിലെത്തുന്ന മുമ്പ് തന്നെ ഇത് ലോക റെക്കോർഡ് പട്ടികയിൽ ഇടം പിടിച്ചു. ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം 65 ലക്ഷം രൂപയാണ്. 1 വയസ്സുകാരൻ മുതൽ 65കാരൻ വരെയാണ്. ഏകദേശം 350 പേരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ മലയാളികളാണ് എന്നുള്ളത് വേറെ അഭിമാനിക്കാവുന്നതാണ്. നമുക്കിതെന്താണ് ഇറ്റേണിറ്റി എന്ന് നമുക്ക് നോക്കാം. നൂറ്റാണ്ടുകളായി ഗ്രന്ഥങ്ങളിൽ മാത്രം ജീവിച്ചിരിക്കുന്ന ആഴമേറിയ ആഖ്യാനം ഒരു വേദിയിലേക്ക് കൊണ്ടുവരിക, അതും ഏകദേശം 350ലധികം അഭിനയ നേതാക്കളുമായ നാടകരംഗത്ത് പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരമൊരു അവതരണം പൊതുവേദിയിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ സംവിധാന പ്രതിഭയും സംഘാടകരും മലയാളികൾ ആണെന്നതിൽ കേരളത്തിലും അഭിമാനിക്കാം. കാനഡയിലെ സീറോ മലബാർ കത്തോലിക്ക രൂപതയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ചലച്ചിത്ര നാടക നടനും സംവിധായകനുമായ ബിജു തയ്യിൽച്ചിറയുടെ നേതൃത്വത്തിൽ പുതുമയാർന്ന ഒരു ബൈബിൾ നാടകം ഇറ്റേണിറ്റി അരങ്ങിലെത്തുന്നു. സെപ്റ്റംബർ 12 കാനഡയിൽ ഇവന്റ് സെൻറ്ററിൽ നടക്കുന്ന മിസിസോഗ സീറോ മലബാർ ഇടവകയുടെ 10ാമത് വാർഷിക ആഘോഷമായ സർഗസന്ധിയിൽ ആണ് നാടകം അവതരിപ്പിക്കുന്നത്. 3500 പേരാണ് കാണികളായി എത്തുക. നശ്വരതയിൽ നിന്ന് അനശ്വരതയിൽ നിന്ന് എന്ന സന്ദേശവുമായി രൂപതാധ്യക്ഷൻ മാർ ജോസ് കല്ലിൽവേലിൻ്റെ ആശീർവാദത്തോടെയാണ് നാടകം നിർമ്മിക്കുന്നത്. ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചരിത്ര പ്രാധാന്യം നിറഞ്ഞ സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് ഇറ്റേണിറ്റി. കാനഡയിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രതിഭാശാലികളായ 350 അഭിനയ നേതാക്കളാണ് കഥാപാത്രമായി അരങ്ങിലെത്തുന്നത്. ദൈവം തൻ്റെ ജനങ്ങളെ വിലമതിക്കാത്ത സ്നേഹത്താൽ നയിച്ച ദിവ്യയാത്രയുടെ കഥയാണ് ഇറ്റേണിറ്റി പറയുന്നത്. തിരുസൂചനകളും വാഗ്ദത്വങ്ങളും മനുഷ്യരുടെ വിശ്വാസവും ത്യാഗവും പാപദുഷ്ടതയും തിരിച്ചുവരുന്ന ദൈവ മനസാക്ഷിയും ചേർന്ന് അതിപ്രതീക്ഷയുള്ള ആധ്യാത്മിക ഗാഥയാണത്. ഈ കഥയിൽ ദുരന്തവും കരുണയും വിശ്വാസവും അതിനെ തളയ്ക്കുന്ന അസമ്മതികളുമുണ്ട്. ന്യായാധിപന്മാർ, പ്രവാചകന്മാർ, രാജാക്കന്മാർ, ദൈവം തന്നെ തിരസ്കരിക്കുന്ന ജനങ്ങൾ, ഇതെല്ലാം കാഴ്ചയിൽ കൊണ്ടുവരുന്ന അർത്ഥവത്തായ ദൃശ്യ സംവിധാനം ചെയ്യുക. പ്രത്യേകിച്ച് സംവേദനവും ആത്മീയതയും തുല്യമായി കൈകാര്യം ചെയ്യേണ്ടതായി വരുമ്പോൾ അസാധാരണമായ കഴിവ് വേണം. ഇറ്റേണിറ്റി വെറുമൊരു കലാനിർമ്മാണമല്ല, ഇതൊരു ദൈവ സാക്ഷ്യമായാണ് അണിയറ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ശില്പ സൗന്ദര്യത്തിൻ്റെയും ഉദാത്തമായ കാഴ്ചയാണ് നാടകത്തിലൂടെ സംവിധായകൻ കാണികൾക്ക് സമ്മാനിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ സ്ക്രീനും വേദിയിലെ കഥാപാത്രങ്ങളുമായ ഒരേ രംഗങ്ങളിലും ബന്ധപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ സീനുകളാണ് അവതരിപ്പിക്കുന്നത്. അരങ്ങിലെത്തും മുമ്പ് തന്നെ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ URF ലോക റെക്കോർഡിനായി ഇറ്റേണിറ്റി പരിഗണിക്കു കഴിഞ്ഞു. റിഹേഴ്സൽ സമയത്തെ വീഡിയോയും വിവരങ്ങളും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അയച്ചു കൊടുത്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ലോക റെക്കോർഡിനായി പരിഗണിച്ച വിവരം അറിയുന്നത്. ഇറ്റേണിറ്റി കൂടുതൽ അഭിനയ നേതാക്കളുള്ള ലോകത്തിലെ ആദ്യ നാടകം, ഇറ്റേണിറ്റി ആദ്യ ബിഗ് ബജറ്റ് എന്നിങ്ങനെ 2 പ്രത്യേകതകളാണ് ഈ ലോക റെക്കോർഡിനായി പരിഗണിച്ചിരിക്കുന്നത്. 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകത്തിൽ 26 രംഗങ്ങളും 5 ഗാനാവിഷ്കാരങ്ങളുമുണ്ട്. $75,000 ഏകദേശം 65 ലക്ഷം രൂപ ആണ് ഈ ബ്രഹ്മാണ്ഡ ബൈബിൾ നാടകത്തിനായി മുതൽ മുടക്ക്. സംവിധായകൻ ബിജു തയ്യിൽച്ചിറയുടെ നേതൃത്വത്തിൽ 15 പ്രധാന സംവിധായകർ, 50ഓളം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, 60 കോസ്റ്റ്യൂം സഹായികൾ, 75 കലാസംവിധാന സഹായികൾ, 45 സാങ്കേതിക വ്യക്തികൾ എന്നിവരാണ് ഈ നാടകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. മാസങ്ങളോളം നീണ്ടുനിന്ന പരിശ്രമവും ഇതിൻ്റെ പിന്നിലുണ്ട്. പ്രതിഭാശാലികളായ 350ഓളം കലാകാരന്മാരെ കണ്ടെത്താൻ 1 വർഷത്തിലേറെ വേണ്ടിവന്നു. തിരക്കഥ പൂർത്തിയാക്കാൻ തന്നെ 2 വർഷത്തെ കാലയളവ് വേണ്ടിവന്നു. 350 പ്രധാന അഭിനയ നേതാക്കൾക്കൊപ്പം മറ്റു കലാകാരന്മാരുടെയും പങ്കാളിത്തമാണ്. 600ഓളം കലാകാരന്മാരാണ് നാടകത്തിൽ അഭിനയ രംഗത്തുള്ളത്. നാടകത്തിൻ്റെ രൂപത്തിൽ ഇത്തരം ആഴമുള്ള ആധ്യാത്മിക കഥ അവതരിപ്പിക്കുമ്പോൾ സംവിധായകൻ അനുഭവങ്ങൾക്കപ്പുറമുള്ള ദർശനവും ആത്മീയമായ അറിവുമായി ആവശ്യമാണ്. അതിന് പിന്നിൽ പരിശീലനം, ശ്രദ്ധ, കരുണാദാനം എല്ലാം ഒരു സംവിധായകൻ്റെ കൂടെ ഉണ്ടാകണം. ഒപ്പം ഉൾക്കാഴ്ചയും മൂല്യമുള്ളതാക്കി തീർക്കുന്നതാണ്. ടൊറൻറ്റോ, ഹാമിൽട്ടൺ, ഒഷാവ, മിസിസോഗ എന്നിവിടങ്ങളിലെ 4 ഇടവകളിലെ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് 3 സ്റ്റേജുകളിലായി പരിശീലനം നടക്കുന്നത്. കോർഡിനേഷൻ മാനേജർ തോമസ് വർഗീസ് പറഞ്ഞു. ജോലിയും വീട്ടുകാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് തന്നെ 600ഓളം പേരാണ് ഒറ്റ മനസ്സോടുകൂടി 1 വർഷത്തിലേറെയായി ശനി ഞായർ ദിവസങ്ങളിൽ ഒത്തുചേർന്നായിരുന്നു പരിശീലനം. രാജ്യാന്തര നാടക വിദഗ്ധരുടെ സഹകരണത്തോടെയാണ് ഏകോപനം. അലങ്കാരങ്ങൾ, യുദ്ധസാമഗ്രികൾ മുഴുവൻ അഭിനയ നേതാക്കൾക്കും ആവശ്യമായ സാമഗ്രികളും വസ്ത്രങ്ങളും ഇറ്റലി, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നും പ്രത്യേക രൂപകൽപ്പന ചെയ്തതാണ് കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്തത്. 14ാം വയസ്സിൽ കലാരംഗത്ത് തുറക്കമിട്ട ബിജു തയ്യിൽച്ചിറ ഇന്ന് ചലച്ചിത്ര നാടക നടൻ എന്നതിനപ്പുറം കഴിഞ്ഞ 30 വർഷമായി കാനഡയിൽ അറിയപ്പെടുന്ന ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ്. കാനഡയിൽ എത്തുന്ന മലയാള ചിത്രങ്ങളെല്ലാം ബിജു തയ്യിൽച്ചിറയാണ് പ്രദർശിപ്പിക്കുന്നത്. 50ലേറെ നാടകങ്ങളും 20ലേറെ രഹസ്യ ചിത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഭരതൻ, അടൂർ ഭാസി തുടങ്ങിയ
അനവധി പുരസ്കാരങ്ങളും നേടിക്കഴിഞ്ഞു. ആലപ്പുഴയാണ് സ്വദേശം.